ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ചെറുതായിട്ടൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവർ എന്നും ഔട്ടിങ്ങിന് പുറത്ത് പോകുന്നതാണല്ലോ ഇവരെ വീഡിയോസ് എന്ന്. അപ്പോൾ ഇക്ക വരുന്ന ടൈമിൽ തന്നെ 2 ദിവസം കഴിഞ്ഞ് ഉടനെ മോന് ഓണ വെക്കേഷന് സ്കൂൾ പൂട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ വെക്കേഷനിൽ മോനെ കൊണ്ട് കുറച്ച് കറങ്ങാൻ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒക്കെ വരുന്ന ടൈമിൽ മാത്രമേ ഞങ്ങൾ പുറത്തോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലും ഷോപ്പിങ്ങിന് അങ്ങനെ എന്തിനേലുമാണ് പോകാറുള്ളൂ. പിന്നെ മക്കൾക്ക് വാപ്പാര് വരുമ്പോഴേന്ന് പുറത്ത് കറങ്ങാൻ പോലും നമുക്കായാലും ഇങ്ങനെ കറങ്ങാനൊക്കെ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ പിന്നെ നമ്മൾ ഒരുപാട് അങ്ങനെ ഒന്നും കറങ്ങാൻ പോകില്ലല്ലോ, നമ്മൾ മക്കൾ മാത്രമായിട്ടൊന്നും. അപ്പോൾ ഒക്കെ വന്നതുകൊണ്ട് പിന്നെ അവന് ഓണ വെക്കേഷൻ ആയതുകൊണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒന്ന് പുറത്തൊന്ന് ഇറങ്ങും കറങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് കറങ്ങാൻ പോലും അതുപോലെ. അപ്പോൾ ഇന്നും വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ വീട്ടിലോട്ട് പോയത്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാനും എക്കയും മോനും മോളും പാടെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. മോളെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. മോളിനെ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പോയത്. കാരണം മോളപ്പോൾ നല്ല ഉറക്കം വന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ വീട്ടിൽ കൊണ്ടുപോയി ഉറക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ലാഡറിലോട്ടാണ്. മോന് ലാഡറിലോട്ട് ഗെയിംസൊക്കെ കളിക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും എക്കും മോനും പാടെ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഒക്കെ എന്നെ മോന് ഫ്രണ്ടിൽ ഇറക്കിയിട്ട് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ അവൻ കരയാണ് എന്നെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ മുകളിൽ വെയിറ്റ് ചെയ്യാൻ ഒക്കെ അവിടെ നടന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇക്കും മോനും മുകളിലെത്തിയ ശേഷം ഞങ്ങൾ നേരെ ലാഡറിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് കാർഡൊക്കെ എടുത്തിട്ടു. ഞങ്ങൾ 500ൻ്റെ 1000ൻ്റെ ആണ് കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നേരെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. അവിടെ ഗെയിംസിൻ്റെ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറി. അപ്പോൾ അവന് ഇതിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതിന് മുമ്പ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവന് ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഹൈറ്റ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവർ കയറ്റിയില്ല. പിന്നെ എനിക്കിതിലിരിക്കാൻ ഭയങ്കര പേടിയാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയറിയില്ല. ഇക്ക് അവനും പാടെ കയറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണ വരെ അവന് കുഴപ്പമുണ്ടായിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷം അവൻ പറഞ്ഞു എനിക്ക് മതി പപ്പ പോവുക പറഞ്ഞിട്ട് കുറേ നേരം കരഞ്ഞിട്ടോ. പക്ഷെ ഇക്ക അവനെ ഇറുക്കി പിടിച്ചിട്ട് വണ്ടി ഓടിച്ചു. കുറച്ച് നേരമൊക്കെ ഓടിച്ചു. അതിലൊരു 10 മിനിറ്റോ 5 മിനിറ്റൊക്കെയാണ് ടൈമുള്ളത്. അത് ഫുള്ളാക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് അവൻ കരഞ്ഞിട്ട് കയ്യിൽ നിന്ന് എണ്ണീറ്റിട്ടോ. പിന്നെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ മോനെ വേറെ ബാക്കിയുള്ള ഓരോ ഗെയിംസിൽ കയറ്റി. അവന് ഇതേപോലുള്ള വീഡിയോ കണ്ടിട്ടുള്ള ഗെയിംസാട്ടോ കൂടുതലിഷ്ടം. ഇതും പിന്നെ ഇതിനപ്പുറത്ത് വേറൊരു ഗെയിമും കൂടി ഉണ്ടായിരുന്നു. അതാണ് അവന് കൂടുതലിഷ്ടം. അതിൽ വീണ്ടും കയറാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കിതിൽ എമൗണ്ടിനനുസരിച്ചിട്ടല്ല ഓരോന്നിൽ കയറ്റാൻ പറ്റുക. വീണ്ടും അതിനെ കയറ്റിയാൽ ബാക്കിയുള്ളവർ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാത്തിലും ഓരോ വട്ടം കയറ്റിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഗെയിമാട്ടോ. അവന് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടും ഇതിൽ തന്നെയാണ് അവന് ഏറ്റവും ഇഷ്ടമായത്. അപ്പോൾ ഇതിൽ അവർക്ക് ഹൈറ്റ് ഇല്ലാത്തത് കാരണം നമ്മളവരെ കൂടെ പേരൻസിന് ഇരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കാകുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ വീഴും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഇരുന്നിട്ട് വേണം അവരെ സപ്പോർട്ട് ചെയ്തിട്ട് വേണം ഈ ഗെയിം കളിക്കാൻ. അപ്പോൾ അവൻ്റെ കൂടെ പപ്പയും കൂടി ഇരുന്നിട്ടാണ് ഗെയിം കളിക്കുന്നത്. ഞങ്ങളൊരു ഓണ വെക്കേഷൻ്റെ ടൈമിലാണല്ലോ പോയി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ ലാഡറിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് പിന്നെ തവളേൻ്റെ മണ്ടക്കങ്ങനെ അടിക്കില്ലേ, അതൊരു ഗെയിമായിരുന്നു. അപ്പോൾ അതിലൊക്കെ കളിച്ചു. ഒരുവിധം അവന് ഇഷ്ടമുള്ളതിലൊക്കെ മാത്രം കയറ്റിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒറ്റപ്പാലത്തോട്ടോ പോയത്. ഞങ്ങൾ നേരെ പോയത് ഒറ്റപ്പാലത്തുള്ള പിസ്സ ഷോപ്പിലോട്ടാണ് പോയത്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്തു. അവിടെയൊക്കെ ഇരുന്നു. പക്ഷേ
കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് തരാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 10-20 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ ടൈമിൽ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഇട്ട് അവിടെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കൊരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ അവരോട് പോയി ചോദിച്ചു എന്താ ഇത്ര ഡിലേ ആവണത്, എന്താ സംഭവം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്തൊരു കംപ്ലൈൻ്റ് ആണ് പറഞ്ഞു, ടൈം എടുക്കുന്നത് നേരാവാൻ പറഞ്ഞപ്പോൾ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ, എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് പിസ്സ കഴിക്കാൻ വേണ്ടി ഇക്ക പറഞ്ഞിട്ടാട്ടോ പോയതും. എനിക്കത് വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാൻ പരസ്യത്തിലൊക്കെ കാണുമ്പോൾ എനിക്കത് വലിയ ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇക്ക ഭയങ്കര ടേസ്റ്റാണ്, വാ കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പോയപ്പോൾ അവിടുത്തെ അവസ്ഥ ഇപ്പോൾ ഇതായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നൂറ മന്തി പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലോട്ട് പോയിട്ട് അവിടെ നിന്ന് മന്തിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോയിട്ട് മോളിനെടുത്തിട്ട് നേരെ ഞങ്ങൾ നെല്ലിക്കുറിശ്ശിയിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.